പാലക്കാട് മേനോൻപാറയിലെ ജവാൻ മദ്യനിർമ്മാണശാലയെ പിന്തുണച്ച എലപ്പുള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബു രംഗത്ത്. മേനോൻപാറയിലെ ജവാൻ മദ്യനിർമ്മാണശാലയും വിവാദമായ എലപ്പുള്ളിയിലെ ബ്രൂവറിയും ഒരുപോലെ അല്ലെന്നാണ് കോൺഗ്രസ് അംഗം കൂടിയായ പഞ്ചായത്ത് പ്രസിഡന്റ് നിലപാട്. ഇക്കാര്യത്തിൽ കോൺഗ്രസിൽ നിന്ന് എതിർപ്പ് ഉയർന്നതോടെയാണ് രേവതി ബാബുവിന്റെ പ്രതികരണം വന്നത്. പാലക്കാട് എലപ്പുള്ളിയിൽ നിന്ന് ശ്രീജിത്തിന്റെ റിപ്പോർട്ട്. എലപ്പുള്ളി പഞ്ചായത്തിലെ മേനോൻപാറയിൽ മലബാർ ഡിസ്റ്റിലറിയിൽ ഒരു ജവാൻ മദ്യനിർമ്മാണ പ്ലാന്റ്, ബോട്ട്ലിംഗ് പ്ലാന്റ് ആരംഭിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ഇപ്പോൾ തകൃതിയായി നടക്കുന്നുണ്ട്. ജവാൻ പ്ലാന്റ് ആരംഭിക്കുന്നു. BJPയുടെ ആക്ഷേപം പ്രധാനമായും ബ്രൂവറിക്കെതിരെ സമരം ചെയ്തു. പക്ഷേ പ്രസിഡന്റ് അടക്കം ഈ ജവാൻ പ്ലാന്റിനെ അനുകൂലിക്കുന്നു എന്നുള്ളതാണ്. അതെ, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിരവധിയായിട്ടുള്ള ആക്ഷേപങ്ങൾ ഉണ്ടെങ്കിലും സത്യാവസ്ഥ എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഗവൺമെൻറ് തന്നെ പറയുന്നുണ്ട് ജവാൻ റം കുറഞ്ഞ വിലയ്ക്ക് സാധാരണക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോജക്റ്റാണെന്ന് പറയുന്നു. അതിന് വെള്ളത്തിന് വേണ്ടി വാട്ടർ അതോറിറ്റിക്ക് 1.80 കോടി രൂപ കെട്ടിവെച്ചിട്ട് വെള്ളവുമില്ല, പൈസയും തിരിച്ചില്ല എന്നുള്ള ആ ഒരു അവസ്ഥ നിലനിൽക്കുന്നു. ഇതിനിടയിൽ ആണ് മണ്ണക്കാട് സ്വകാര്യ കമ്പനിക്ക് വേണ്ടിയിട്ട് ഗവൺമെൻറ് അനുമതി കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ രമേശ് ചെന്നിത്തല മുതൽ MP ശ്രീകണ്ഠൻ മുതൽ നിങ്ങളൊക്കെ ഇങ്ങോട്ട് വന്നതാണ്. മേനോൻപാറയിൽ മറ്റേ മലബാർ ഡിസ്റ്റിലറീസിൽ വന്നതാണ്. ഗവൺമെൻറ്റിൻ്റേതായിട്ട് ഗവൺമെൻറ്റിൻ്റെ കസ്റ്റഡിയിലുള്ള ഒരു സ്വന്തം സ്ഥാപനം ഇവിടെ കാട് പിടിച്ച് കിടക്കുന്ന സമയത്ത് ഒരു സ്വകാര്യ കമ്പനിക്ക് കൊടുക്കാനുള്ള അമിതമായിട്ടുള്ള ഒരു ആവേശം എന്താണ് അതിൻ്റെ പിന്നിൽ എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഒയാസിസിനെയും മലബാർ ഡിസ്റ്റിലറീസിനെയും ഒരേ ത്രാസിൽ താരതമ്യം ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. കാരണം ഇത് ഗവൺമെൻറ്റിൻ്റെ ഇതായിട്ടുള്ള ഒരു സ്ഥാപനമാണ്. ഇതിപ്പോൾ ആ ഒരു വിഷയം വന്നതോടുകൂടി അതിൻ്റെ ജാള്യത മറയ്ക്കാനാണ് ഗവൺമെൻറ് എത്രയും പെട്ടെന്ന് ടെൻഡർ കൊടുക്കുകയും പണി പുനരാരംഭിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. അതാണ് എനിക്കിതുമായിട്ട് ബന്ധപ്പെട്ട്. BJPയുടെ ആക്ഷേപം അതും ജലചൂഷണമാണ്. വെള്ളം കൊണ്ടുവരുന്നുണ്ടെങ്കിലും അത് ജലചൂഷണമാണെന്നാണ് BJPയുടെ ആക്ഷേപം. പ്രസിഡന്റ് ഇരട്ടത്താപ്പ് കാണിക്കുന്നു. അല്ല, അത് തീർച്ചയായിട്ടും ശരിയല്ല. കാരണം ഈ ഒയാസിസ് 24 ഏക്കർ സ്ഥലത്താണ് ഈ കമ്പനി തുടങ്ങുന്നത്. അതിൽ 4 ഏക്കർ കൃഷി സ്ഥലമാണ്. ബാക്കി 20 ഏക്കറിൽ മാത്രമേ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുള്ളൂ. പക്ഷേ മലബാർ ഡിസ്റ്റിലറീസ് അങ്ങനെയല്ല. 117 ഏക്കർ സ്ഥലമാണ്. അതിനകത്ത് തന്നെ 5 ഏക്കർ വരുന്ന 2 കുളങ്ങളുണ്ട്. അവർക്ക് ആ പരിസരത്ത് ജലചൂഷണം നടത്താൻ ഒരു കാരണവശാലും കഴിയില്ല. ഏറ്റവും ഒടുവിൽ അങ്ങയുടെ പഞ്ചായത്തിലെ പാർലമെന്ററി പാർട്ടി ലീഡർ തന്നെ ഇതൊരു വലിയ വിഷയമാണെന്ന് പറയുന്ന ശബ്ദരേഖയും പുറത്തു വന്നിട്ടുണ്ട്. അതെനിക്കറിയില്ല, ഞാൻ കേട്ടിട്ടില്ല. പിന്നെ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞെന്നറിയില്ല. ഞാൻ 1-ാം തീയതി അവിടുത്തെ സംഘാടക സമിതി രൂപീകരണ യോഗത്തിന് പോയത് ഞാൻ എൻ്റെ പാർട്ടിയുടെ നേതാക്കളുടെ സമ്മതത്തോടെയും അറിവോടെയും കൂടിയിട്ടാണ് ഞാൻ പോയിട്ടുള്ളത്. ഇനി ആ മെമ്പർ ഒരു പക്ഷേ പാർട്ടിയോട് അറിഞ്ഞിട്ടാണോ ഇങ്ങനെ ഒരു ശബ്ദരേഖ പുറത്തുവിട്ടത് എന്നറിയില്ല. ബ്രൂവറിയും ഡിസ്റ്റിലറിയും ഒന്നല്ല, രണ്ടും രണ്ടാണ്. ഒരു കാരണവശാലും ഒയാസിസിനെയും ഡിസ്റ്റിലറീസിനെയും ഒരേ ത്രാസിൽ തൂക്കരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് തന്നെയാണ് പ്രസിഡന്റിന് പറയാനുള്ളത്. രാജീവ് സുദേവിനൊപ്പം ശ്രീകുമാരൻ, 24 പാലക്കാട്.